ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഷീറ്റ് മാസ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനാണ്. അതിനു മുൻപ് നെഹന എന്നാണ് പേരെന്ന് തോന്നുന്നത്. ആ കുട്ടീൻ്റെ അടുത്ത് ചേച്ചി അടുത്ത വീഡിയോയിൽ ഒരു ഹായ് പറയാൻ ചോദിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ പേര് പറയാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നെഹന ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ്, താങ്ക് യു സപ്പോർട്ട് ചെയ്യണം എന്നെ, പിന്നെയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹായ് ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്, എൻ്റെ വീട് തൃശ്ശൂരാണ്, ഞാനൊരു LLB സ്റ്റുഡൻ്റാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോകാം. മാസ്ക് ഉണ്ടാക്കിയെടുക്കണಕ್ಕೆ മുൻപ് നമ്മുടെ ഫേസിലുള്ള ഹെയർസ് എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. കാരണം നമ്മൾ ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ടാക്കി അത് വലിച്ചെടുക്കുമ്പോൾ ഹെയർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ പെയിൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അലോവേര അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടുത്തെ ഫേസിലുള്ള ഹെയർസൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്ട് ഒരിക്കലും ഇതാരും യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ സ്കിന്ന് പൊട്ടാൻ നല്ല രീതിയിൽ ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എഗ്ഗ് വൈറ്റ്. ഇത് എഗ്ഗ് വൈറ്റ് ആട്ടോ, പക്ഷെ ഇത് മഞ്ഞളിടുന്ന പാത്രം ആയതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ പോലെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ആണ്. പിന്നെ വേണത് മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ്. ഞാനിത് വയനാടൻ കസ്തൂരി മഞ്ഞളായതുകൊണ്ടാണ് ഈ കളറ്. അപ്പം ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ആദ്യം ഫേസ് പോലെ ഇടണം. ഞാൻ കുറച്ച് മഞ്ഞൾ, കുറച്ച് മതിട്ടോ മഞ്ഞൾ. കുറച്ചാകുന്നുണ്ട് വരുന്നില്ല, മതി. പിന്നെ ബ്രൂവിൻ്റെ ഈ പാക്കറ്റാണ് പിന്നെ വേണ്ടത് കേട്ടോ. ഇതൊരു പാക്കറ്റ് മുഴുവൻ എടുത്തോട്ടോ. നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഫേസിൽ ആദ്യം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഒരു കോട്ടം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഷീറ്റ് മാസ്ക് നല്ല ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനുള്ള ഒരു ഐഡിയ മാത്രം. പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവും. ടിഷ്യൂ വെച്ചിട്ടൊരു സംഭവം, അങ്ങനെ ഷീറ്റ് മാസ്കിൻ്റെ പേരിട്ടേ ഉള്ളൂ. എന്താ ചെയ്യുമ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സാണ് ഇതൊക്കെ പീസാക്കിയാൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ മുഖത്ത് കറക്റ്റ് ഒന്ന് വെട്ടതിൽ ഒട്ടിച്ചെടുക്കാം. കയറിപ്പോയി. ഭംഗി നോക്കണ്ട കേട്ടോ നമ്മളിതിൻ്റെ, നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കൊടുത്തൊരു ഗോഡ്. മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു കോക്കാച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ ഇതിൻ്റെ റിസൾട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ലാസ്റ്റ് ഞങ്ങൾ എൻ്റെ വരെ കാണും. അത്രാണ്. നിങ്ങൾക്ക് പലതുമായിട്ട് തോന്നിയെങ്കിലും അതൊന്നുമല്ല ഇത്. ശ്വാസം എടുക്കാൻ കുറച്ച് സ്ഥലം വിടണം കേട്ടോ. എന്നിട്ട് പിന്നെയും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
സ്ഥലമുണ്ടായില്ല. അപ്പോൾ ചോദിക്കും കുറേ പേര്, എന്നാൽ പിന്നെ എന്തിനും ഇത്ര കഷ്ടമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്നല്ലേ ഒരു രസം. നമ്മൾ റിസ്കുകൾ എടുത്താലാണ് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. റിസ്ക് എടുക്കാം, റിസൾട്ട് ഉണ്ടാവും നോക്കാം. മതി, അധികം ഇതൊന്നും വേണ്ട. അടിയിൽ കുറേ പോയിട്ടുണ്ട്, നമുക്കതൊക്കെ വൃത്തിയാക്കണം. കാരണം അല്ലെങ്കിൽ മമ്മി വരുമ്പോൾ നമ്മളിങ്ങനെ ഞങ്ങളുടെ കുളത്തിലാക്കും. നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. ഇതിലിട്ട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട, നല്ല ഡ്രൈ ആവും, പിന്നെ ഇതൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അധികം പ്രഷർ അങ്ങോട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് തുടങ്ങും. 15 മിനിറ്റ് ആകുമ്പോഴേക്ക് ഉണങ്ങേണ്ടതാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞാൻ അപ്പോഴേക്ക് പണ്ടുകളൊക്കെ ഒന്ന് ചെയ്തിട്ടാ. ഇത് അത്യാവശ്യം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അയ്യാ, ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം ഞാൻ? ചേഞ്ച് നോക്കുക. കാശ് ഇത് പ്രതീക്ഷിക്കണ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കുഴപ്പമില്ലാണ്ട് വരുന്നത്. അല്ലെങ്കിൽ പാടുപെടും. അയ്യോ കണ്ണിൻ്റെ ഇടയിൽ നിന്നിട്ടേ വേണ്ടാ. ബ്ലാക്ക് എത്രത്തോളം ഇത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണില്ല. സൂപ്പർ റിസൾട്ട്. കുറച്ച് സംഭവം അടിപൊളി റിസൾട്ടാണ്. പക്ഷേ കുറച്ച് വേദന എടുക്കുന്നു മാത്രം. ഇല്ല, നല്ല എടുക്കും. കാരണം ഹെയർ റിമൂവ് ചെയ്തിട്ട് വരെ എനിക്ക് നല്ല ചുണ്ടിലൊക്കെ നല്ല വേദനയുണ്ട്. പോന്നിട്ടില്ല. പിരികത്തുമ്പോൾ നിങ്ങൾ ആക്കേ വേണ്ട കേട്ടോ. കുറച്ച് വേദന സഹിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തോക്കാണ്ട് ഒരു കുഴപ്പമില്ല. ഹെയർ റിമൂവ് ചെയ്യാം. ഞാൻ പിന്നെയും പറയണം, കാരണം അത്രയും വേദനയാണ്. എനിക്ക് എക്സ്പ്രഷൻസ് വരാത്തതുകൊണ്ടാണ്. പിന്നെ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ട് പ്രതീക്ഷിച്ചാണില്ല കേട്ടോ. ഞാൻ വേദന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വട്ടം ചെയ്ത് നോക്കിയതാണ് ഞാൻ. ഏതൊരു പാക്കും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളൂ. ഒരു വട്ടം ചെയ്ത് നോക്കിയപ്പോൾ ഹെയർ റിമൂവ് ചെയ്യാണ്ടാണ് ചെയ്തത്. അപ്പോൾ നല്ല വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് വേദന ഇല്ല. പിന്നെ കുറച്ച് റിസ്ക് കൊടുക്കുന്നവരാണ്. കാരണം എന്തിനും ക്ഷമ വേണം. ചെയ്യാനാണെങ്കിലും ഇത് കളയാനാണെങ്കിലും.
അത്രയും റിസൾട്ട് ഉണ്ട്. ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. സൂപ്പർ പാക്കാണ് കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ ഫേസ് പാക്കാണ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഈ ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും, ഞാൻ ഷീറ്റ് മാസ്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ ഫേസ് മാസ്ക് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ എന്തായാലും ഹെയർ റിമൂവ്, അത് ഞാൻ പിന്നെ പറയാനുള്ള കാരണം അത്രയും വേദന നിങ്ങൾ സഹിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫേസ് പാക്ക് ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ഇതുപോലെ യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല അവിടെ മറ്റേ ഒരു ബെല്ലൈക്കൻ കാണും, അവിടെ ഓളും കൂടെ എനാബിൾ ചെയ്തിടാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.